ഷിയാസ് അടക്കമുള്ള ആളുകൾ ഇപ്പോഴും ഇവിടെ തുടരുകയാണ്. ഈ ഇത്രയും മണിക്കൂറുകൾ പിന്നിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചകൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഈ സമയം ഇത്രയുമായിട്ടും ചർച്ചയ്ക്ക് തയ്യാറായിട്ടില്ല എന്നുള്ള മാത്രമല്ല, ഇത് പോലീസ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കാണിച്ചതുപോലെയുള്ള കണ്ണൂർ മുതൽ കാണിക്കുന്നത് പോലെയുള്ള ഒരു ധാർഷ്ട്യമാണ് ഇപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. CPM-ന്റെ ഗുണ്ടകളെയും പോലീസിനെയും സമരക്കാർക്ക് നേരിടേണ്ടി വരികയാണ് ഒരേപോലെ. CPM-ന്റെ ഗുണ്ടകൾ പിന്മാറിയപ്പോൾ, കൊല്ലത്ത് വെച്ച് പിന്മാറിക്കഴിഞ്ഞപ്പോൾ, തിരിച്ചടിച്ചപ്പോൾ പിന്മാറിയതിനു ശേഷം ഇപ്പോൾ പോലീസ് അവരുടെ ജോലി കൂടി ഏറ്റെടുത്തിരിക്കുകയാണ്. പോലീസ് ഇപ്പോൾ ചെയ്യുന്നത് CPM DYFI ഗുണ്ടകൾ എന്താണോ ചെയ്തത്, തിരുവനന്തപുരം വരെ ചെയ്തത്, അത് തന്നെയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ അന്യായമായിട്ടാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ്സുകാരെ വെച്ചിരിക്കുന്നത്. ആദ്യഘട്ടത്തിലെത്തിയപ്പോൾ പോലീസ് വകുപ്പുകൾ സംബന്ധിച്ച് എന്തെങ്കിലും മറുപടി ഉണ്ടായിരുന്നോ? എന്തുകൊണ്ട് ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയെന്ന് പോലീസ് അല്ല, ഞാൻ 5:30 മണിക്ക് വിളിച്ചു കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞത് മുഖ്യമന്ത്രി ഗസ്റ്റ് ഹൗസിലേക്ക് വരും, വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ എല്ലാവരെയും 7 പേരുണ്ടായിരുന്നു, 7 പേരെയും വിടുമെന്ന് തന്നെയാണ് പറഞ്ഞത്. അപ്പം ഞാൻ എടുത്തു ചോദിക്കേണ്ടായി, ഇനി മുഖ്യമന്ത്രി ഗസ്റ്റ് ഹൗസിൽ എറണാകുളത്ത് തന്നെ ആയതുകൊണ്ട് നിങ്ങൾ വിടാതിരിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല, ഒരിക്കലും ഇല്ല, അദ്ദേഹം കയറി കഴിഞ്ഞാൽ പിന്നെ ഇന്ന് ഇറങ്ങൂല, അത് കാരണം തീർച്ചയായിട്ടും വിടുമെന്ന് ഉറപ്പ് തന്നിരുന്നതാണ്. അത് കഴിഞ്ഞിട്ടാണ് ഇവിടെ ലോക്കൽ സെക്രട്ടറിമാരും മറ്റുമൊക്കെ ഇടപെട്ടിട്ട് അവരിവിടെ ഈ പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് നമ്മുടെ കൗൺസിലറിനെ വെല്ലുവിളിച്ചുകൊണ്ടാണ് കയറി ചെന്നത്. എന്ത് ചെയ്യുന്ന കാണിച്ചു തരാമെന്ന് പറഞ്ഞ്. അതുപോലെ തന്നെ അകത്ത് കയറി ചെന്ന് കഴിഞ്ഞപ്പോൾ വകുപ്പുകളെല്ലാം മാറുകയുണ്ടായി, പുതിയ FIR ഉണ്ടായി, അങ്ങനെയുള്ള കാര്യങ്ങളാണ് തീരുമാനമായത്. അപ്പോൾ അതിനുശേഷം വിടാൻ പറ്റില്ല എന്ന് പറയുകയാണ് ചെയ്തത്. അപ്പം ഇത് തീർച്ചയായും തരട്ടെ, ഞങ്ങൾ അതല്ലേ ഒരു ജനാധിപത്യ മര്യാദ, അതല്ലേ അതിന് കോപ്പി ഞങ്ങൾക്ക് തരട്ടെ. ഞങ്ങൾ അതല്ലേ MLA-മാർ, ഉമാ തോമസ് MLA അതല്ലേ വന്നപ്പോൾ തന്നെ ചോദിച്ചുകൊണ്ടിരുന്നത്, അതിൻ്റെ ഒരു കോപ്പി ഞങ്ങൾക്ക് താട്ട്. ആ കുട്ടികൾക്ക് വേണ്ടി 35 ഒപ്പിട്ട് കൗൺസിലർ സക്കീർ തമനം കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ID പ്രൂഫും ആധാറിൻ്റെ കോപ്പിയും ഹാജരാക്കിയിട്ടുണ്ട്. എല്ലാം ഒപ്പിട്ടതാണ്. അപ്പോൾ CA അടക്കമുള്ള ഉദ്യോഗസ്ഥന്മാർ, സ്റ്റേഷൻ ഹൗസ് ഓഫീസർ, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ജാമ്യം കൊടുത്തവർക്ക് ഒപ്പിട്ട കച്ചീട്ടിൻ്റെ പേപ്പർ ഞങ്ങൾക്ക് തരട്ടെ. ഞങ്ങൾ പോകാം, ഇവരെ കോടതിയിൽ ഹാജരാക്കിക്കോട്ടെ, ബാക്കി ഞങ്ങൾ കോടതിയിൽ പറഞ്ഞോളാം. ഉമാ തോമസ് MLA ഉൾപ്പെടെ സൂചിപ്പിച്ച CPM ലോക്കൽ പോലീസിന് CPM നേതാക്കന്മാരുടെയും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെയും സമ്മർദ്ദം കൊണ്ടാണ് ഇവിടെ ഈ സ്റ്റേഷൻ ഹൗസ് ഓഫീസർക്ക് അദ്ദേഹം കൊടുത്ത ജാമ്യം മാറ്റിവെച്ചിട്ട് പുതിയൊരു FIR ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ മൊഴി പ്രകാരം ഇടേണ്ടി വന്നത്. അത് ഗൂഢാലോചനയുടെ ഭാഗമാണ്. അത് അസിസ്റ്റന്റ് കമ്മീഷണർ രാജ്കുമാർ തന്നെ സമ്മതിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് സ്റ്റേഷൻ ഹൗസ് ഓഫീസർക്ക് തെറ്റുപറ്റിയെന്നാണ്. അതെങ്ങനെ തെറ്റുപറ്റുന്നത്? ആദ്യമായി സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ആയതല്ലല്ലോ ഇവിടുത്തെ CI, ആദ്യമായിട്ടല്ല. അപ്പോൾ അദ്ദേഹത്തിന് അറിയാം ഇതൊരു നിസ്സാരമായ കാര്യമാണ്. ജാമ്യം കൊടുത്തു വിടാം. MLA വിളിച്ചു, ഉമാ തോമസ് MLA വിളിച്ചു, TJ വിനോദ് MLA വിളിച്ചു, ഹൈബിയുടെ MP വിളിച്ചു, ഞാൻ വിളിച്ചു CA-യെ. ഇപ്പോൾ വിടാമെന്നാണ് പറഞ്ഞത്. ജാമ്യം എഴുതി വച്ചിട്ടുണ്ട്, ഞാൻ ഇപ്പോൾ വിട്ടോളാം എന്നാണ് പറഞ്ഞത്. പിന്നെ എങ്ങനെയാണ് തീരുമാനം മാറി പറഞ്ഞത്? അത് AC ഇവിടെ വന്നു. AC വന്ന് ഗൂഢാലോചനയുടെ ഭാഗമായി അസിസ്റ്റന്റ് കമ്മീഷണർ രാജ്കുമാർ ഇവിടെ വന്നു. അദ്ദേഹത്തിൻ്റെ തീരുമാനപ്രകാരം ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ കൊണ്ട് പരാതി എഴുതി വാങ്ങി FIR ഇട്ടു. ആ FIR-ൽ നോൺ ബെയിലബിൾ, പോലീസിൻ്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി എന്ന് പറഞ്ഞാണ് കേസ് എടുത്തിരിക്കുന്നത്. അത് CPM നേതാക്കന്മാരുടെയും ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെയും സമ്മർദ്ദത്തിൻ്റെ ഫലമാണ്. ഇവിടെ ഇത്തരം സമരമുണ്ടായി. DCP വന്നു, കമ്മീഷണർ വന്നു. ഈ തൊട്ട് മൂക്കിന് താഴെയല്ലേ അവരുടെ ഈ പാലാരിവട്ടം പോലീസ് സ്റ്റേഷൻ. ഇത്രയധികം ആളുകൾ, എറണാകുളത്തിൻ്റെ MP ഹൈബിയുടെ, എറണാകുളത്തിൻ്റെ MLA TJ വിനോദ്, തൃക്കാക്കരയുടെ MLA ഉമാ തോമസ്, ആലുവയുടെ MLA അൻവർ സാദത്ത്, ഇത്ര MLA-മാരും MP-മാരും വരുമ്പോൾ അതിന് മുകളിലൊന്നും അല്ലല്ലോ ഇവർ. അതിന് മുകളിലാണോ ഈ കമ്മീഷണറും ഡെപ്യൂട്ടി കമ്മീഷണറൊക്കെ? അപ്പോൾ ജനപ്രതിനിധികളോട് ഒരു സാമാന്യ മര്യാദയ്ക്ക് വന്ന് ഒന്ന് സംസാരിക്കാൻ പോലും കഴിയാത്തവർ ആരുടെ ബലത്തിന്റെ പിന്നിലാണ്? ഈ പാർട്ടിയുടെ നേതൃത്വം കൊടുക്കുന്ന പിണറായി വിജയൻ എന്നുള്ള ചോദ്യമാണ് മുഹമ്മദ് ഷിയാസ് മുന്നോട്ട് വയ്ക്കുന്നത്. അത് തന്നെയാണ് നമുക്കും സംശയം, സാധാരണക്കാരനെ പോലും ചിന്തയിൽ ഉണരുക. കാരണം എന്തുകൊണ്ട് ഇത്രയും വലിയൊരു പ്രതിഷേധം ഉണ്ടാകുമ്പോഴും പോലീസ് ഇടപെടുന്നില്ല? എന്താണ് ഇതുമാത്രം ജാമ്യമില്ലാ വകുപ്പ് ചുമത്താനുണ്ടായിട്ടുള്ള കാരണം എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് അറിയേണ്ടത്. നമുക്ക്